വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. SFI രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് മേഖലയിലും പൂർണ്ണം. വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. OBC വിഭാഗങ്ങളോട് UDF സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണം. OBC മോർച്ച ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വികാസ് വിഷൻ 2040 ആദിവാസി മെഗാരേഖ അദാലത്ത് ഓഗസ്റ്റ് 2 നിലമ്പൂരിൽ നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. CBSE ദേശീയ അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കുവാൻ യോഗ്യത നേടി നിലമ്പൂർ PV's മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ. ക്ലസ്റ്റർ 10 ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചാണ് വിദ്യാർത്ഥികൾ ദേശീയ അത്ലറ്റിക് മീറ്റിന് യോഗ്യത നേടിയത്. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. SFIയുടെ വിദ്യാഭ്യാസ ബന്ദ് മേഖലയിൽ പൂർണ്ണം. നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് SFI രാജ്യവ്യാപകമായി ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി മേഖലയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് SFIയുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പഠിപ്പുമുടക്ക് സമരവും നടത്തി. വിദ്യാർത്ഥിബോധം സിന്ദാബാദ്, വിദ്യാർത്ഥിബോധം സിന്ദാബാദ്, വിദ്യാർത്ഥിബോധം സിന്ദാബാദ്, വിദ്യാർത്ഥിബോധം സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. അമരന്മാരവീരന്മാർ അവർ നയിച്ചൊരു പാതയിലൂടെ, അവർ നയിച്ചൊരു പാതയിലൂടെ, അവർ നയിച്ചൊരു പാതയിലൂടെ, അവർ നയിച്ചൊരു പാതയിലൂടെ. മുന്നോട്ടാണ് ഈ പ്രസ്ഥാനം, മുന്നോട്ടാണ് ഈ പ്രസ്ഥാനം, മുന്നോട്ടാണ് ഈ പ്രസ്ഥാനം, മുന്നോട്ടാണ് ഈ പ്രസ്ഥാനം. SFI 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 ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം. നീറ്റ് പരീക്ഷയിലുണ്ടായ ക്രമക്കേടുകൾക്കും അട്ടിമറിക്കുമെതിരെ കേന്ദ്ര സർക്കാരിനും വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് വണ്ടൂരിൽ ഉയർന്നത്. മമ്പാട് MES കോളേജ്, വണ്ടൂർ അംബേദ്കർ കോളേജ്, സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വണ്ടൂർ ഗവൺമെന്റ് VMC ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ,
ഗവൺമെന്റ് പോരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പഠിപ്പ് മുടക്ക സമരം പൂർണ്ണമായിരുന്നു. ഏരിയ പ്രസിഡന്റ് അഭിനവ്, ജോയിന്റ് സെക്രട്ടറി ഷാനുരവി, ഏരിയ കമ്മിറ്റി അംഗം അരുൺ, വണ്ടൂർ ലോക്കൽ സെക്രട്ടറി ശ്രീരാഗ്, യൂണിറ്റ് സെക്രട്ടറി രേണുക, പ്രസിഡന്റ് സായന്ത്, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ഹർഷിൻ, പി കെ അൽത്താഫ്, പി റോഷൻ, കെ അഗ്നയ്, എൻ കെ അഫ്ലഹ്, കെ ഹാഷിം, പി ഷിക, എം ശ്രീരുദ്ര, പി അക്ഷജ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. SFIയുടെ രാജ്യവ്യാപകമായിക്കൊണ്ട് SFI അഖിലേന്ത്യാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ള പഠിപ്പ് മുടക്ക സമരവുമായി ബന്ധപ്പെട്ടാണ് ഈ തരത്തിലേക്ക് നമ്മളൊരു VMC സ്കൂളിലും അതുപോലെ തന്നെ ഗേൾസ് സ്കൂളിലും അറേ സ്കൂൾ അതുപോലെ തന്നെ നമ്മുടെ ഏരിയയിലുള്ള എല്ലാ സ്കൂളുകളും വെടിയിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനങ്ങൾ എടുത്തു പോയിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കണ്ടാൽ മനസ്സിലാവും, ഈ രാജ്യത്ത് നമ്മുടെ RSS ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ RSS സർക്കാർ ഈ തരത്തിലേക്ക് വിദ്യാർത്ഥി രഹിത നിലപാടുകൾ എടുത്തു പോകുന്നതും കഴിഞ്ഞ 5 വർഷക്കാലമായിക്കൊണ്ട് ഏകദേശം 93 വിദ്യാർത്ഥികളാണ് ഈ നീറ്റ് എക്സാമിന്റെ ചോദ്യപേപ്പർ ലീക്ക് ആയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്നാണ്. ഈ വർഷം മാത്രമായി കൊണ്ട് ഏകദേശം 21 വിദ്യാർത്ഥികൾ ഈ വർഷം മാത്രം ഈ കഴിഞ്ഞ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ ആ തരത്തിലേക്ക് വിദ്യാർത്ഥികൾ വെറും വിദ്യാർത്ഥികളൊന്നും രാജ്യത്തിന്റെ ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെടണ്ട, അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ചിന്തയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് പണത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ ചോദ്യപേപ്പറൊക്കെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിട്ടുള്ള NTA വിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിനെതിരെയാണ് SFI ഈ തരത്തിലേക്ക് ഒരു സമരം ഏറ്റെടുത്ത് പോയിട്ടുള്ളത്. ആ സമരം വണ്ടൂർ ഏരിയയിൽ വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ നമ്മളെ വിദ്യാർത്ഥികളായിട്ടുള്ള SFI സഖാക്കളും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ SFIയോടൊപ്പം സഹകരിച്ചു നിന്നിട്ടുണ്ട്. OBC വിഭാഗങ്ങളോട് UDF സർക്കാർ അവഗണന കാണിക്കുകയാണെന്ന് ആരോപിച്ച് OBC മോർച്ച ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിലെ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യം ഇന്ന് വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, നമ്മൾക്കുള്ള അവഗണനക്കെതിരെ ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ തന്നെ പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധികളായി ആം ആദ്മി പാർട്ടിയുടെ മുഖം മൂടി മാറ്റിയിട്ടുള്ള കോക്രോച്ച് ജനതാ പാർട്ടികൾ എന്ന പാർട്ടികളും കൂടി ഈ ദേശത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ദേശദ്രോഹികളുമായി കൂട്ടുചേർന്നുകൊണ്ട് കലാപത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹി. ഒരുപക്ഷെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ മേഖലയായിട്ടുള്ള ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിയെ പോലും കലാപ അന്തരീക്ഷത്തിൽ മുക്കുവാൻ ഇവിടത്തെ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വാട്സപ്പ് കൂട്ടായ്മയായി രൂപം കൊണ്ട് വിദേശചാര സംഘടനകളുടെ കൃത്യമായ ഫണ്ടിങ്ങും സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ഹൈപ്പിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും OBC വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ഒരൊറ്റ പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ലെന്നും ബജറ്റിൽ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ ഫണ്ട് വെട്ടിക്കുറച്ചത് കാരണം സ്വയം തൊഴിൽ വായ്പ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, വിവാഹ സഹായം എന്നിവ കുടിശ്ശികയായി കിടക്കുകയാണെന്നും PSC നിയമനങ്ങളിൽ OBC സംവരണം പാലിക്കുന്നില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. BJP മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽ നാഥ് മുഖ്യപ്രഭാഷണവും OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈബു സമാപന പ്രസംഗവും നടത്തി. OBC മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കെ തുളസീദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ടി ശശികുമാർ, ഭവീഷ് പെരിന്തൽമണ്ണ, സംസ്ഥാന കമ്മിറ്റി അംഗം VK രാമനാഥൻ, വൈസ് പ്രസിഡന്റുമാരായ പ്രഭാകരൻ എടവണ്ണ, രാകേഷ് പണിക്കർ പാണ്ടിക്കാട്, സെക്രട്ടറിമാരായ MK മുരളീകൃഷ്ണൻ മഞ്ചേരി, മോഹൻദാസ് ടി, BJP ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ രാജൻ, SC മോർച്ച ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് CP അറമുഖൻ, വണ്ടൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി EM ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ആദിവാസി സമൂഹത്തിലുള്ളവർ രേഖകൾ ഉറപ്പുവരുത്തണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലുള്ളവർ ആഗസ്റ്റ് 2-ന് നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ നടക്കുന്ന മെഗാ രേഖാ അദാലത്തിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 9 ആവശ്യമായ രേഖകളാണ് ഈ അദാലത്തിൽ ആദിവാസികൾക്കായി തയ്യാർ ചെയ്ത് നൽകുന്നത്.
നിലമ്പൂർ നിയോജകമണ്ഡലം സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ 2040 ഭാഗമായി ആദിവാസി മെഗാരേഖ അദാലത്തിന്റെ ഒരുക്കങ്ങളുടെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇവർക്ക് ഈ പറയുന്ന അടിസ്ഥാന രേഖകൾ പലതും ഇല്ലാത്തത് കൊണ്ട് പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം. അത് നമുക്ക് നേടിക്കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് നമ്മൾ ഒരൊറ്റ മനസ്സായി നിന്നാൽ ഇപ്പൊ എല്ലാം പിന്നെ കലക്ടറും ഇപ്പൊ നമ്മുടെ തഹസിൽദാർ തന്നെ നമ്മുടെ യോഗത്തിന് എത്രാമത്തെ തവണയായിരുന്നു? 3ഓ 4ഓ തവണ അല്ലേ? ഡെപ്യൂട്ടി തഹസിൽദാറും വില്ലേജും നാളെ ഇനി കലക്ടറേറ്റിൽ ഇതിന്റെ യോഗം. കലക്ടർ എടുക്കുന്ന ഇതിനു വേണ്ടി എടുക്കുന്ന എന്താ പറയാ ഒരു താല്പര്യം. സബ് കലക്ടർ ഇന്നലെ പ്രത്യേക യോഗം വിളിച്ചു. ഇന്നലെ വിരിഞ്ഞാണ് വില്ലേജ് ഓഫീസറിന് ഓൺലൈൻ യോഗം വിളിച്ചു. അതെന്താന്ന് വെച്ചാൽ പഞ്ചായത്തിൽ നിന്ന് NAC കൊടുത്തിട്ടും വില്ലേജിൽ താമസം വരുന്നു എന്നൊരു പരാതി വന്നപ്പോൾ അതിൽ സബ് കലക്ടർ പറയുന്ന അതിന് പിറ്റേ ദിവസം തന്നെ കലക്ടർ വില്ലേജ് ഓഫീസർമാരെ യോഗം വിളിച്ചു. നിങ്ങൾ മുന്നിൽ വിളിച്ചു. തഹസിൽദാർ പറഞ്ഞാൽ മതിയോ? അപ്പൊ തഹസിൽദാർ അവര് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവര് ചെയ്തോളും. നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഗോത്രവർഗ ഉന്നതിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവേസ് നടത്തി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുഴുവൻ വകുപ്പുകളും ഇതോടകം അദാലത്തിന്റെ വിജയത്തിനായി പ്രാഥമിക പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അവലോകന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സത്ത്, എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ്, പോത്തുകല്ല് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷറഫുനീസ, വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ, ചുങ്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൈമൂന, അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നൊട്ടത്ത്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിത മോൾ, മുംതാസ് ബാബു, പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ്, തഹസിൽദാർ MP സിന്ധു, ഡെപ്യൂട്ടി തഹസിൽദാർ KP പ്രമോദ്, AEO ജേക്കബ് സത്യൻ, BPC ജയൻ, മാനവേദൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ അബ്ദുറഹിമാൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ T മധു, മഹിളാ സമാഖ്യ ജില്ലാ കോർഡിനേറ്റർ M റജീന, കീസ്റ്റോൺ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ശ്യാംജിത്ത്, കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു, KV ജയേഷ് എന്നിവർ പങ്കെടുത്തു. അതിഥി തൊഴിലാളികൾക്കായി മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ പരിശോധനയും രക്ഷക കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഇതിന്റെ 3ാം ഘട്ടമാണ് ഇന്ന് നടന്നത്. മമ്പാട് ടൗണിലുള്ള KPS കോംപ്ലക്സിൽ വെച്ചാണ് 3ാം ഘട്ട കാർഡ് വിതരണം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പന്തലിങ്ങൽ മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷഫീന, രാജേഷ്, രജീഷ് എന്നിവർ ആശംസകൾ നേർന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിജി KM ക്യാമ്പിന് നേതൃത്വം നൽകി. JHIമാരായ ഗോപിക, ജിജി, MLSPമാരായ ജിഷ, സുനു, അശ്വതി, സിബി മോൾ, ആശാപ്രവർത്തകരായ റസിയ, ഹഫ്സത്ത്, സീനത്ത്, സുലൈഖ, മറിയക്കുട്ടി എന്നിവർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയെ ഡൽഹിയിൽ ആക്രമിച്ച് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മമ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മമ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പന്താർ മുഹമ്മദ് നേതൃത്വം നൽകി. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ നാളെയുടെ വാഗ്ദാനങ്ങളായ ഈ രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ ബാധ്യസ്ഥരായ പ്രാപ്തരായ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവർ വളരെ കഠിനാധ്വാനത്തിലൂടെ നാളുകളായി പ്രയത്നിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഉന്നതമായ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആവശ്യമായ പ്രവേശന പരീക്ഷകൾ എഴുതുമ്പോൾ 30 വെള്ളിക്കാശിന് യേശുദേവനെ വെച്ചുകൊടുത്ത യുവദാസിനെ പോലെ ഈ രാജ്യത്തെ യുവതയെ, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ കേവലം പണത്തിന് വേണ്ടി വിറ്റുകൊണ്ട് അഴിമതിയുടെ കൂത്തരങ്ങായി പത്മനാഭൻ അപ്പു, PP റസാഖ്, MK മുസ്തഫ, പാലോളി നിഷാദ്, പറമ്പൻ നൌഷാദ്, കബീർ കാട്ടുമുണ്ട, നസീം പന്താർ, ജയേഷ് മാസ്റ്റർ, അബ്ദുള്ള തൈക്കണ്ടി, റഹമത്തുള്ള എന്നിവർ സംബന്ധിച്ചു. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ₹1 നിലമ്പൂരിൽ
നിലമ്പൂരിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് 1 രൂപയ്ക്ക് ജൂലൈ 10 മുതൽ ജൂലൈ 14 വരെ നിലമ്പൂരിൽ ആരംഭിക്കുന്ന 199 രൂപയുടെ മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക് ഗ്ലാസ് വെയർ ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. നിങ്ങളുടെ പ്രഭാതത്തെ കൂടുതൽ രുചികരവും ആരോഗ്യകരവുമാക്കാൻ രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. 100% ഗുണമേന്മ ഉറപ്പാക്കി പ്രത്യേകം തെരഞ്ഞെടുത്ത അരിയുഴുന്ന്, ഉലുവ എന്നിവ ചേർത്ത് ശുദ്ധീകരിച്ച വെള്ളം ഉപയോഗിച്ച് ഹൈജീനിക് പ്ലാന്റിൽ തയ്യാറാക്കിയതാണ് രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ഇനി പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മൊരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.
എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയൻതോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വീണ്ടും വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. CBSE ദേശീയ അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കുവാൻ യോഗ്യത നേടി നിലമ്പൂർ PV's മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ. പാലക്കാട് ശബരി സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന CBSE ക്ലസ്റ്റർ 10 ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ദേശീയ അത്ലറ്റിക് മീറ്റിന് യോഗ്യത നേടിയത്. 2 വെള്ളിയും 3 വെങ്കലവുമാണ് PV's മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ നേടിയത്. അണ്ടർ 17 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ PS സാന്ദ്ര 1500 മീറ്ററിൽ വെങ്കലവും 3000 മീറ്ററിൽ വെള്ളിയും കരസ്ഥമാക്കി. ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യത നേടി. അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അബാൻ ടി യാമിൻ ഹൈജമ്പിൽ വെള്ളി മെഡലും ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പും യോഗ്യതയും നേടി. അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഷഹാൻ ഷാജഹാനും ദേശീയ ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട്. അണ്ടർ 17 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇയാദ് ഷൗക്കത്ത് വെങ്കലം നേടി. ഒക്ടോബർ 15 മുതൽ 26 വരെ പഞ്ചാബിലെ പാട്യാലയിൽ വെച്ച് നടക്കുന്ന ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് ഈ വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ദേശീയ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുവാൻ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ ചെയർമാൻ PV അബ്ദുൾ വഹാബ് MP, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും സ്കൂൾ മാനേജറുമായ PV അലി മുബാറക്ക്, സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ്, കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ അഭിനന്ദിച്ചു. കൃഷിഭവന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ നഗരസഭയിൽ നടപ്പിലാക്കുന്ന കനിപ്പന്തൽ പദ്ധതിയുടെ ഭാഗമായി തൈ വിതരണം നടത്തി. നിലമ്പൂർ കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥാണ് തൈ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കേരള സർക്കാരിന്റെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, ദേശീയ കൃഷി വികാസ് യോജന എന്നിവയുടെയൊക്കെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ കനിപ്പന്തൽ പദ്ധതി നടപ്പിലാക്കുന്നത്. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താൽപ്പര്യവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുന്നതിനോടൊപ്പം അവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുക എന്നതുമാണ് ഈ പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിൽ നിന്നും തെരഞ്ഞെടുത്ത 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പോഷകത്തോട്ടങ്ങൾ സ്ഥാപിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷൗക്കത്ത് അലി കോമഞ്ചേരി, സ്ഥിരം സമിതി അധ്യക്ഷരായ മുംതാസ് ബാബു, സ്മിത മോൾ, സുരേഷ് പാത്തിപ്പാറ, മേരീസ് ഷിബു, കൗൺസിലർമാരായ AT ഫ്രാൻസിസ്, ഉമ്മർ രാമൻകുത്ത്, ഇണ്ണി പാടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ വിശാഖ T, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഷബീർ അലി മുക്കട്ട, കൃഷി അസിസ്റ്റന്റുമാരായ സുനിൽ CC, മീന P, നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ UP സ്കൂൾ പ്രധാന അധ്യാപകൻ സിദ്ദീഖ് ഹസൻ, SMC അധ്യക്ഷൻ കൃഷ്ണകുമാർ, നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ SMC അധ്യക്ഷൻ മുഹമ്മദ് കോയ കടവത്ത് തുടങ്ങി വിവിധ സ്കൂളുകളിലെ അധ്യാപകരും PTA SMC ഭാരവാഹികളും ചടങ്ങിൽ സന്നിധരായിരുന്നു. മമ്പാട് കോളേജ് റിട്ടയർഡ് സൂപ്രണ്ടും MES താലൂക്ക് ഭാരവാഹിയും MES ഹയർ സെക്കൻഡറി സ്കൂൾ സെക്രട്ടറിയുമായിരുന്ന അന്തരിച്ച PV അബ്ദുൾ ഖാദർ അനുസ്മരണ യോഗം മമ്പാട്ട് സംഘടിപ്പിച്ചു. MES താലൂക്ക് കമ്മിറ്റിയുടെയും കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടി നടത്തിയത്. MES നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് KK ഷാജി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കോളേജ് മാനേജ്മെന്റ് സെക്രട്ടറി ഡോക്ടർ സീദിക്കോയ അധ്യക്ഷത വഹിച്ചു. MES സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് EP മോയിൻകുട്ടി, MES ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ, അഡ്വക്കേറ്റ് ഹംസ കുരികൾ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അലിക്കുട്ടി, പ്രൊഫസർ OP അബ്ദുറഹിമാൻ, ഗഫൂർ തോണിക്കടവൻ, ഡോക്ടർ സലാം, കോളേജ് സൂപ്രണ്ട് അബ്ദുൾ ലത്തീഫ്, പ്രൊഫസർ ലൈല, പ്രൊഫസർ സമീറ തുടങ്ങിയവർ സംസാരിച്ചു. MES മെമ്പർമാർ, കോളേജ് ജീവനക്കാർ, റിട്ടയർഡ് ടീച്ചിംഗ് ആൻഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ്, വിവിധ തുറകളിൽ PV അബ്ദുൾ ഖാദറുമായി ബന്ധപ്പെട്ടിരുന്ന വ്യക്തിത്വങ്ങൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തു. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
നീറ്റ് പരീക്ഷ അട്ടിമറിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം. SFI രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് മേഖലയിലും പൂർണ്ണം. വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. OBC വിഭാഗങ്ങളോട് UDF സർക്കാർ അവഗണന കാണിക്കുന്നുവെന്ന ആരോപണം. OBC മോർച്ച ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വികാസ് വിഷൻ 2040 ആദിവാസി മെഗാരേഖ അദാലത്ത് ഓഗസ്റ്റ് 2 നിലമ്പൂരിൽ നടക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അവലോകന യോഗം ചേർന്നു. CBSE ദേശീയ അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കുവാൻ യോഗ്യത നേടി നിലമ്പൂർ PV's മോഡൽ സ്കൂൾ വിദ്യാർത്ഥികൾ. ക്ലസ്റ്റർ 10 ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരച്ചാണ് വിദ്യാർത്ഥികൾ ദേശീയ അത്ലറ്റിക് മീറ്റിന് യോഗ്യത നേടിയത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും. നിലമ്പൂർ ഫാസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം. ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ ഗ്രൗണ്ട്, കോടതിപ്പടി, മഞ്ചേരി റോഡ്, നിലമ്പൂർ. പിട്ടാപ്പിള്ളിൽ ഏജൻസി, വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. പരമ്പരാഗത രുചിയോടെ മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അടുക്കളയിൽ നിറയട്ടെ ഉന്നതമായ രുചിയും ഗുണനിലവാരവും. കുടുംബത്തിൽ പുലരട്ടെ ആരോഗ്യവും സന്തോഷവും. രാജലക്ഷ്മി ഇഡ്ലി ആൻഡ് ദോശമാവ്.